ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്തു വന്നത് സാക്ഷാൽ ഇലോൺ മസ്കിൻ്റെ ഗ്രഹനിലയാണ്. ഈ അധ്യായത്തിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് വിശകലനം ചെയ്യുന്നത്. വ്യാഴലഗ്നമാണ് മീനത്തെ ഭരിക്കുന്നത് വ്യാഴം 9-ൽ നിൽക്കുന്നു. കർമാധിപനും വ്യാഴം തന്നെയാണ്. 2-ൻ്റെ അധിപൻ 11-ൽ നിൽക്കുന്നു. 2-ൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ അത് 9-ൻ്റെയും അധിപനാണ്. 2-ൻ്റെയും അധിപൻ കുജനാണ്. മകരത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ഒപ്പം രാഹു നിൽക്കുന്നു. 11-ലാണ്. രാഹു ദോഷകാരകനല്ല. 12-ലാണ് ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ നിൽക്കുന്നത്. 3-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 5-ൽ സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെ സ്ഥാനത്താണ് കേതു. 6-ലാണ് ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില. നമ്മൾ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവം എടുക്കുന്ന സമയത്ത് 5-ൽ കേതു പലപ്പോഴും വിപ്ലവകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ ഒരു അന്തവും കിട്ടാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ കൂടാണ് ഇലോൺ മസ്ക്. അതായത് അദ്ദേഹത്തിൻ്റെ ചിന്ത ഓടിയെത്തുന്ന ഇടങ്ങളെന്ന് പറയുന്നത് നമ്മൾക്കാർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് 5-ലൊക്കെ കേതു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടില്ലേ. അതായത് അബ്നോർമലായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് പരിചയമുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും. അവരുടെയൊക്കെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 5-ാം ഭാവത്തിൽ ഗുളികൻ, കേതു അല്ലെങ്കിൽ രാഹു പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് തക്കോണം ശേഷി ആർജിക്കുന്ന ഗ്രഹങ്ങൾ മറ്റ് സ്ഥാനങ്ങളിലില്ല എങ്കിൽ അത് വലിയ നെഗറ്റീവായി പല ആളുകൾക്കും കാണുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് മറ്റ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് ഒരുവിധം ഏറ്റവും മികച്ച പൊസിഷനിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇദ്ദേഹം ചിന്തിക്കുന്നത് കിറുക്കൻ ചിന്താഗതി എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന അത്തരം ചിന്താഗതികൾ കൊണ്ടു നടക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അതിൽ വലിയ വലിയ വിസ്മയിപ്പിക്കത്തക്ക രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ജാതകനാണ് ഇലോൺ മസ്ക്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. കർമാധിപനും കൂടാണ് വ്യാഴം. ഇദ്ദേഹത്തിന് വ്യാഴദശ കടന്നു വരുന്നുണ്ട്. അതായത് 9/8/2034 തൊട്ട് 9/8/2050 വരെയുള്ള 16 കൊല്ലക്കാലം ഇദ്ദേഹത്തിന് വ്യാഴദശയാണ്. ആ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപിട്ടായിട്ടോ ലോകം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ വരത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും അതിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിജയങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഈ ജാതകം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ ജാതകം ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ് നമ്മൾ പരിശോധിച്ചിരുന്നത് എങ്കിൽ, അതായത് 2-ൻ്റെ അധിപനായിട്ടുള്ള കുജൻ 11-ൽ മകരത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. കർമാധിപനായിട്ടുള്ള വ്യാഴം 9-ൽ നിൽക്കുന്നു. ഭാഗ്യാധിപനും കുജൻ തന്നെയാണ്. അവിടെ രാഹുവാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ധനപരമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് ധാരാളം പണം, അതായത് കണക്കിൽ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരാളെന്ന് മാത്രമേ അന്ന് ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ ഗ്രഹനില വെച്ച്. അത് ഇങ്ങനത്തെ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുക എന്ന് ഇദ്ദേഹം ജീവിച്ചു വന്നപ്പോഴാണ് നമ്മൾക്കിന്നത് മനസ്സിലാകുന്നത്. പക്ഷേ അതിസമ്പന്നതയിലൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു ജാതകാവസ്ഥ ഇതിലുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. അതായത് 7-ൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 4-ൽ സൂര്യനോടൊപ്പമാണ്. അത്ര ബെറ്ററായിട്ടുള്ളൊരു അവസ്ഥയല്ല അത്. ബുധൻ്റെ ക്ഷേത്രത്തിലാണ് എങ്കിൽ പോലും സൂര്യൻ അവിടെ നിൽക്കുന്നത് അത്ര ബെറ്ററല്ല, അതുപോലെ അത്ര നല്ലതല്ല. അതുപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാകാം. അത് പിന്നീട് വിവാഹത്തിലെത്താം. അത് പിന്നീട് അതിന് ശേഷം വിവാഹമോചനത്തിലും ഒക്കെ കലാശിക്കാൻ സാധ്യതയുള്ള ഒരു ജാതകമാണത്. 7-ൻ്റെ അധിപൻ ബുധനൊക്കെയായി വന്നാൽ അല്പം ശൃംഗാരരസമൊക്കെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം. അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആൾറെഡി സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ എന്ന് പറയുന്ന മാന്തി എന്ന് പറയുന്ന അവസ്ഥ 12-ലാണ്. അതും അത്ര ബെറ്റർ അല്ല. അതായത് ധാരാളം പണം, പല കാര്യങ്ങൾക്കും നീക്കി വെച്ചിട്ടുള്ള പണം അനാവശ്യമായിട്ട് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥകളൊക്കെ ഇദ്ദേഹത്തിനുണ്ടാകാം. അതും ഈ അടുത്ത് തന്നെ അദ്ദേഹത്തിന് പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതും വലിയ വാർത്തകളായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്തും നവാംശത്തിൻ്റെ ലഗ്നത്തിൽ കുജനാണ്. അതുപോലെ തന്നെ 11-ൽ രാഹുവാണ്. അതുപോലെ തന്നെ 7-ൽ ബുധനാണ്. 7-ൽ ശനിയുമുണ്ട്. അങ്ങനെയൊക്കെ ഇതിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരുവിധം ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല ജാതകങ്ങളിലും അങ്ങനെ നമ്മൾക്ക് കിട്ടാറില്ല. ഇതിൽ പല കാര്യങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്നത് രാഹുദശയാണ് എന്ന് ഞാൻ പറഞ്ഞു.
8/8/2016 തൊട്ട് 9/8/2034 വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിന് രാഹു ദശയാണ്. അതിൽ തന്നെ രാഹുവിൽ ബുധൻ്റെ അപഹാരമാണ് നടക്കുന്നത്. 2024 ജൂലൈ 21 തൊട്ട് 2027 ഫെബ്രുവരി 7-ാം തീയതി വരെ ഇദ്ദേഹത്തിന് രാഹുവിൽ ബുധൻ്റെ അപഹാരമാണ്. 11-ൽ നിൽക്കുന്ന ദോഷകാരകനല്ലാത്ത ഗുണകാരകനായിട്ടുള്ള രാഹുവും 4-ൽ നിൽക്കുന്ന ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധനും അതിൻ്റെ അപഹാരം നടക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അദ്ദേഹം ചിന്തിക്കുക ഈ വക ഭ്രാന്തൻ ചിന്താഗതികൾ തന്നെയാണ്. അത് പുറത്തുനിന്ന് കേൾക്കുന്ന എന്നെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും ഇദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കാര്യം പലപ്പോഴും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ചിന്തകൾ അല്ലെങ്കിൽ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യുന്നതുകൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കത് പുതിയ ഒരു അനുഭവം ആയതുകൊണ്ടുമാവാം. ഇദ്ദേഹം അങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ ജാതകം അങ്ങനെയാണ്. അതുപോലെ തന്നെ പൊതുവായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഏതൊരു ജാതകത്തിലും ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, കുജൻ്റെ ദൃഷ്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഈ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 3, 7, 10 അതിലേക്കാണ് ശനി എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും ദൃഷ്ടി ചെയ്യുന്നത്. അതിൽ തന്നെ 3-ലേക്കും 10-ലേക്കും വിശേഷാൽ ദൃഷ്ടിയാണ്. എന്താണ് ശനിയുടെ ദൃഷ്ടി? അതായത് ഈ ജാതകത്തിൽ ശനി നിൽക്കുന്നത് എവിടെയാണ്? 3-ലാണ്, ശുക്രനോടൊപ്പം ഇടവത്തിൽ. അവിടെ നിന്ന് 3-ലേക്കും 7-ലേക്കും 10-ലേക്കും, 3 എന്ന് പറയുമ്പോൾ 1, 2, 3, 3-ലേക്കും 7-ലേക്കും, അതായത് 4, 5, 6, 7, 7-ലേക്കും 10-ലേക്കും, 7, 8, 9, 10. ഇതാണ് ശനിയുടെ ദൃഷ്ടി ഈ ജാതകത്തിൽ. അത് എല്ലാ ജാതകത്തിലും ഉള്ളതാണ്, ഇലോൺ മസ്കിൻ്റെ മാത്രമല്ല, എല്ലാ ജാതകത്തിലും ഉള്ളതാണ് ഈ ദൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാകുമ്പോഴത്തേനും അത് 5-ലേക്കും 7-ലേക്കും 9-ലേക്കുമാണ് വരിക. വ്യാഴം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും 5, 7, 9. അതിൽ തന്നെ 5ഉം 9ഉം വിശേഷാൽ ദൃഷ്ടിയാണ്. അതുപോലെ തന്നെ കുജനുമുണ്ട് ദൃഷ്ടി. കുജന് ദൃഷ്ടി എന്ന് പറയുന്നത് 4-ലേക്കും, കുജൻ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് 4-ലേക്കും, ഇതിലേക്ക് 4 എന്ന് പറയുമ്പോൾ ധനസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി തന്നെയാണ്, 2-ലേക്കുള്ള ദൃഷ്ടിയാണ് വരുന്നത്. 4-ലേക്കും 7-ലേക്കും 8-ലേക്കുമാണ്. അതിൽ 4ഉം 8ഉം കുജൻ്റെ വിശേഷാൽ ദൃഷ്ടിയുള്ള രാശികളാണ്. അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് 6, 7, 9, 12 പൂർണ്ണ ദൃഷ്ടിയാണ്. രാഹു എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും 6-ലേക്കും 7-ലേക്കും 9-ലേക്കും 12-ലേക്കും വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി തന്നെയാണ് അതുള്ളത്. അതുപോലെ തന്നെ ഗുളികനുമുണ്ട് ദൃഷ്ടി. ഗുളികൻ നിൽക്കുന്ന രാശിയുടെ 2-ലേക്കും 12-ലേക്കും മാന്തിക്ക്, അതായത് ഗുളികന് ദൃഷ്ടിയുണ്ട്. ഇത് എല്ലാ ജാതകത്തിലും ഉള്ള ഒരവസ്ഥ തന്നെയാണിത്. ഈ പറയുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയുടെ മേൽപ്പറഞ്ഞ രാശികളിലേക്ക് ദൃഷ്ടി അല്ലെങ്കിൽ വിശേഷാദൃഷ്ടി അല്ലെങ്കിൽ പൂർണ്ണ ദൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇലോൺ മസ്കിൻ്റെ അതിവിചിത്രകരമായിട്ടുള്ള ജാതകാവസ്ഥ, ഗ്രഹനില എന്നൊക്കെ പറയുന്നത്. ഇത്തരം അറിവുകൾ നേടുന്നതിനായിട്ടും സംശയങ്ങളുമായിട്ടും അല്ലെങ്കിൽ ജ്യോതിഷം കൺസൾട്ട് ചെയ്യുന്നതിനായിട്ടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസുമായിട്ട് ഇനിയും തുടരും. നന്ദി.